മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുമ്പളയിൽ ചുമരെഴുതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. മഞ്ചേശ്വരം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി ചുമരെഴുതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുമ്പള ടെമ്പിൾ റോഡിലാണ് കേന്ദ്രമന്ത്രി ചുമരെഴുതിയത്. കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു. രാവിലെ കുമ്പള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപിയെയും സുരേന്ദ്രനെയും മുദ്രാവാക്യം വിളിച്ച് പ്രകടനമായാണ് പ്രവർത്തകർ ടെമ്പിൾ റോഡിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് ചുമരെഴുതി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷമായ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPM-ൽ ചരിത്രത്തിലില്ലാത്ത വിധം വിമതശല്യം ഉയർന്നു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA നിർണായക ശക്തിയായി മാറും. UDF-നോ LDF-നോ ഭൂരിപക്ഷം കിട്ടില്ലെന്നുറപ്പാണ്. വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് കേരളം കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശന്റെ 24 മണിക്കൂർ എന്ന് പറയുന്നത് 108 മണിക്കൂറാണെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. വലിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങളാണ് UDF-ലും അതുപോലെ LDF-ലും നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-ലാണെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഒഴിച്ച് മുന്നണിയിലെ മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും തന്നെ അവസാന നിമിഷത്തിലും യാതൊരു തരത്തിലുള്ള ധാരണയിലും എത്താൻ അവർക്ക് സാധിച്ചില്ല. കേരളത്തിൽ 100 സീറ്റുമായി അധികാരത്തിൽ വരും എന്ന് അവകാശപ്പെട്ട ആളുകളാണ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. LDF-ലും കടുത്ത പ്രതിസന്ധിയാണ്. പല പ്രധാനപ്പെട്ട പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും അവർക്ക് വിമത ശല്യം നേരിടുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. അധാർമികമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ദേശവിരുദ്ധ ശക്തികളുമായിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണികൾക്കേറ്റ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ 1-ാം റൗണ്ടിൽ തന്നെ LDF-ഉം UDF-ഉം വിയർക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യവും BJP-യും വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പ്രതീക്ഷയാണ് NDA-യിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ പോകുന്നത് കേരളത്തിൽ NDA ആയിരിക്കും. ഈ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ പേയ്മെൻറ്റ് സീറ്റാണെന്നൊരു പ്രചാരണം ഇപ്പോൾ തന്നെ ലീഗിൻ്റെ ഉള്ളിലും സജീവമാണ്. ആണല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ അല്ല, ബിസിനസ്സുകാർ, കച്ചവടക്കാർ മണ്ഡലങ്ങൾ പിടിക്കുന്നു എന്നുള്ളതാണ് UDF-നകത്ത് തന്നെ വരുന്ന ആക്ഷേപം. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാകേണ്ട സന്ദർഭത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. എല്ലാ കാലത്തും വർഗീയതയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള അവരുടെ കണക്കുകൂട്ടലിന് ഇത്തവണ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നത്. പരിപാടിയിൽ BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML, കോഴിക്കോട് മേഖലാ വൈസ് പ്രസിഡന്റ് വിജയ്കുമാർ റായ്, മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V. രവീന്ദ്രൻ, സുരേഷ് കുമാർ ഷെട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.